എന്നാലും മോൾക്കമ്മ കിടന്നോ, ഞാൻ പോയി വരാം. പിന്നെ അവൻ പോയതും ഇങ്ങനെ ഒരു ജീവിതം തന്നതോർത്ത് അവൾ ഈശ്വരനോട് നന്ദി പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നു. പിന്നെ അവൻ തിരിച്ചു വന്നതും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ധ്വനിയെ കണ്ട് അവൻ വേഗം ക്യാമറ ഓൺ ചെയ്തു. 2 ഫോട്ടോ എടുത്തു. പിന്നെ അവനും കൂടെ ഉള്ളതും. ഡാ ദിനേശ, അവളെ കൊണ്ടുവരുമോ നീ? വരും. ഇപ്പോൾ അവൾ സുഖമായി കഴിയാവും. അവളെ കൊണ്ടുവന്നിട്ട് വേണം കുറച്ച് കാശ് വാരാൻ. ആ ബിനോയ് 50,000 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അവളെ അവന് കൊടുക്കണം. പിന്നെ പലരും ചോദിച്ചു വരും അവളുടെ സൗന്ദര്യം കണ്ടിട്ട്. അവൾ കൂടെ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവരും. പിന്നെ എന്നെ നന്നായി അറിയാവുന്ന കൊണ്ട് അവൾ ഞാൻ വിളിച്ച വരും, അല്ലെങ്കിൽ അവൾ അനുഭവിക്കുമെന്നറിയാം. എന്നാ അവളെ വേഗം പോയി കൊണ്ടുവാ. അവൾ ഉണ്ടായപ്പോൾ പണിയൊന്നും അറിയുണ്ടായിരുന്നു. എല്ലാം അവൾ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായി പിടിപ്പത് പണിയാണ്. അപ്പൊ ശരിതാളെ. പിന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയതും നേരെ ഡേവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയം സാന്ദ്ര സെറ്റ് സാരി എടുത്ത് അവളുടെ ഭംഗി കണ്ണാടിയിൽ ആസ്വദിച്ചു. എന്റെ സന്തു, നീ പുളിയാ. നിന്നെ കണ്ടാൽ ദേവി വീഴും. പിന്നെ അവൾ ഒരു ബാഗിൽ അവൾക്ക് വേണ്ടതെല്ലാം ആക്കി വെച്ചു. ചേച്ചി റെഡിയായോ? ഞാൻ റെഡി. ഇതെന്താ ബാഗായി? ഇന്ന് തന്നെ ഞാൻ ഡേവിയുടെ വീട്ടിൽ താമസാക്കും. പിന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ നിന്റെ കയ്യിലല്ലേ? അതൊക്കെ ഉണ്ട്. എന്നാ വാ ഇറങ്ങാം. പിന്നെ അപ്പച്ചനോട് പറഞ്ഞ് അവൾ നേരെ ഡേവിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ഡേ, എന്താ ലീന? വെള്ളം കലക്കി വെക്ക്. പിന്നെ ബേക്കറി സാധനങ്ങളെല്ലാം പൊട്ടിച്ചോരോ പാത്രങ്ങളാക്ക്. ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഇന്നലെ ഇച്ചായം പറഞ്ഞ നീയും കേട്ടതല്ലേ, അവരെ വീട്ടിൽ കയറ്റില്ലെന്ന്. ഡേ, നീ അധികാരം കാണിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞു ചെയ്. സൗകര്യമില്ല. ഡേ, എന്നെ തൊട്ട നീ വിവരം അറിയും. നീ എന്നെ അടിക്കോ? ഞാൻ അടിക്കില്ല. പകരം നിന്റെ ബാക്കിൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആളടിക്കും. ധുനി പറഞ്ഞു കേട്ടതും ലീന തിരിഞ്ഞു ബാക്കിൽ നിൽക്കുന്ന ഡേവിയെ കണ്ടു. അവൾ വിയർത്തു. അപ്പോഴേക്കും പുറത്ത് കാറിൽ നിൽക്കുന്ന ശബ്ദം കേട്ടു. ലീന ദേഷ്യത്തിൽ നോക്കി. ഡേവി അകത്തെത്തിയതും കയറി അധികാരത്തോടെ ഇരിക്കുന്ന സാന്ദ്രയെ കണ്ട് അവൻ ദേഷ്യത്തിൽ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് നിലത്തേക്ക് തള്ളി. ആരോട് ചോദിച്ചിട്ടാടി എന്റെ വീട്ടിൽ കയറി വന്നത്? എനിക്ക് വീട്ടിൽ അധികാരമുണ്ട്, അതറിയില്ലേ? പിന്നെ എന്റെ രക്തത്തിൽ ഒരു മോള് ഇവിടെ ഉണ്ട്, അത് മറന്നു? ഡിവോഴ്സ് കഴിഞ്ഞതോടെ നിന്റെ ഇവിടുത്തെ എല്ലാ അധികാരവും കഴിഞ്ഞു. മോളിലും ഒരു അവകാശവും നിനക്കില്ല. ഞാനിപ്പോ വന്നത് തല്ലുകൂടാനല്ല ഡേവി. ഇന്നിവൻ ലീനയെ ചോദിക്കാനാണ്. നമ്മൾ കാരണം ഇവിടെ ജീവിതം ഇല്ലാതാവണ്ടല്ലോ. ഇവൻ ലീനയെ ഇഷ്ടമാണ്, അതുപോലെ അവൾക്ക് അവനെയും. അപ്പൊ നമുക്കത് നടത്തി കൊടുക്കാം. എന്തു പറയുന്നു? ലീനയെ നിന്റെ വീട്ടിലേക്ക് തരുന്നില്ല. അതുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. നീയും നിന്റെ അനിയനും പിന്നെ ഈ കാരണവും പറഞ്ഞ് ഇനി ഈ വീട്ടിൽ കയറി പോകരുത്. ഇച്ചായ, എനിക്ക് ആൽവിനെ വേണം. ഇവനെ നിനക്ക് വേണമെങ്കിൽ ഇറങ്ങിക്കോ. പിന്നെ ഈ വീട്ടിലേക്ക് കയറി വരരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവളെ വെറും കൈയോടെ ഞങ്ങൾക്കും വേണ്ട. തനി സ്വഭാവം പുറത്തു വരുന്നുണ്ടല്ലോ സാന്ദ്രെ. ഇവളെ അല്ല വേണ്ടത്. ഇവളുടെ പേരിൽ കിട്ടുന്ന പണവും സ്വത്തും. പിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് തരണ്ടേ? നീ മിണ്ടാകുന്ന ലീനെ വിവാഹം കഴിപ്പിച്ച് തരണം ഡേവി. ഇവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇല്ല ആൽവിൻ, നീ ആ വീഡിയോ കാണിച്ചു കൊടുക്ക്. അതോടെ ഒരു തീരുമാനമാവും ഈ വിവാഹത്തിന്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇവളുടെ വീഡിയോ വൈറലാവും. അത് വേണോ ഡേവി? ഡേ, ഇതൊക്കെ എന്താ ലീനെ? ഈ ഫോട്ടോസ് വീഡിയോസ് എന്റെ അല്ല. ഇതൊക്കെ എങ്ങനെ? ആൽവിൻ വന്നേ. ലീന ആൽവിനെ വിളിച്ച് പുറത്തെത്തിയതും അവനെ ദേഷ്യത്തിൽ നോക്കി. ആൽവിൻ, ആ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എന്താ? ലീന, ഇതൊക്കെ ഞാൻ എഡിറ്റ് ആക്കിയതാ. ഇത്രയ്ക്ക് ചീപ്പായതോ? ഡേവിച്ച ഞാൻ വന്നു നിന്നെ ചോദിച്ചാൽ എനിക്ക് തരില്ലെന്നറിയായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തത്. അതിന് ഇത്രയ്ക്ക് വേണമായിരുന്നു? ഇത് ഇന്ന് തന്നെ നശിപ്പിക്കണം. അതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഡേവി എന്തായാലും ഗ്രീൻ സിഗ്നൽ കാണിക്കും, അത് ഉറപ്പാ. നീ വാ, ഒന്ന് നന്നായി ആക്ട് ചെയ്തോ. എന്താ ഡേവി ഇനി തീരുമാനം? എൻ്റെ തീരുമാനം അപ്പോൾ ഇപ്പോൾ ഒന്ന് തന്നെയാ. അതൊരു മാറ്റവും ഇല്ല. ഇവളിവൻ്റെ അഭിനയത്തിന് മുമ്പിൽ പെട്ടുപോയതാവും. അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഇവിടെ എനിക്ക് തന്നില്ലെങ്കിൽ ഇവളുടെ ജീവിതം ഞാൻ നശിപ്പിക്കും. ചായ പ്ലീസ്, എൻ്റെ ജീവിതം. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. പിന്നെ എന്ത് സംഭവിച്ചാലും ഇവിടേക്ക് വരരുത്. ഇല്ല. അപ്പം നമുക്കിത് ഉറപ്പിക്കല്ലേ? പക്ഷേ അതിനുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഇവളെൻ്റെ അനിയൻ വിവാഹം കഴിക്കണമെങ്കിൽ ദേവി എന്നെ ഭാര്യയായി സ്വീകരിക്കണം. നിന്റെ ആഗ്രഹം കൊള്ളാലോ. ഇവിടെ ആരും ഇല്ലേ? ഇത് ദിനേശിന്റെ ശബ്ദമാണല്ലോ. അപ്പോഴേക്കും ദിനേശൻ അകത്ത് കയറി വന്നതും ധുനി ഡേവിയുടെ പിറകിൽ പേടിയോടെ നിന്നു. എന്താടാ ഈ പാലക്ക തറവാട്ടിൽ നിനക്ക് കാര്യം? എനിക്കൊരു കാര്യവുമില്ല. പക്ഷെ എൻ്റെ ഭാര്യ ഇവിടെ ഉള്ളപ്പോൾ ഇവിടേക്ക് വന്നല്ലേ പറ്റൂ. അവളെ കൊണ്ടുപോവാൻ. ധുനി വാ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വരില്ല. ദിപ്പണ്ണെ, മര്യാദയ്ക്ക് വന്നു. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ എനിക്കറിയാം. എന്നാ ഒന്ന് കൊണ്ടുപോകുന്നത് കാണാം. ദേവി, നീയായി എനിക്കൊരു ശത്രുതയില്ല. ഇവളെ കൊണ്ടുപോകാനാണ് വന്നെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. ഇവളായി നിനക്കിപ്പോൾ ഒരു ബന്ധമില്ല. അത് നീയാണോ പറയുന്നത്? എന്താ ഡേവി സാറേ, ഇവൾ കിടന്നു തന്നു, അതുകൊണ്ടാണോ എനിക്ക് വിട്ടുതരാൻ മടി? അത്ര ദിനേശൻ ചോദിച്ചു. ഡേവിയുടെ അടിയേറ്റ് ദിനേശൻ മലർന്നടിച്ച് നിലത്ത് വീണു. പിന്നെ അവനെ എതിൽപ്പിച്ച് വയറ്റിലിട്ടായിട്ട് കൊടുക്കുകയും ചെയ്തു. അയാളുടെ അലർച്ച അവിടെ മുഴങ്ങി കേട്ടു. എന്താ പറഞ്ഞത്? പറയാൻ.
ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് അവിടെ നിന്ന് പൊക്കോ. ഇവളെ കൊണ്ട് പോവാനാണെങ്കിൽ കൊണ്ടിട്ട് പോകും. എന്നെ കൊണ്ടുപോവാൻ നോക്കടാ, ഞാൻ മിന്നു ചാർത്തിയ എന്റെ പെണ്ണിനെ. അത്രയും ഡേവി പറഞ്ഞു നിർത്തിയതും ദിനേശിനും അതുപോലെ തന്നെ സാന്ദ്രയും നെട്ടി ധ്വനിയെ നോക്കി. എന്താ പറഞ്ഞ? നീ മിന്നു ചാർത്തിയ പെണ്ണോ? അതെപ്പോ? കറക്റ്റായി പറഞ്ഞ ഇന്നലെ രാവിലെ 10 മണിക്ക് ഏനൂരിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. സംശയം ഉണ്ടെങ്കിൽ ഇതാ ഫോട്ടോസ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. നീ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ മിന്നു ചേർത്തിയ പെണ്ണാണ്. അതുകൊണ്ട് ദിനേശിന് ഇവളുടെ മേൽ ഒരു അധികാരമില്ല. അതെങ്ങനെ അധികാരമില്ലാതെ വരും? ഇവർ തമ്മിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ഇവർ നിയമപരമായി ഭാര്യ ഭർത്താവ് ആവണം. ദിനേശിന് വേറെ പെണ്ണുള്ളത് കൊണ്ട് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല. ഇനി എന്തെങ്കിലും സാന്ദ്രയ്ക്ക് ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ പോവാം. ഇല്ല ഡേവി, നിന്നെ ഞാൻ നേടും നോക്കിക്കോ. ഒരു വഴി അടഞ്ഞാൽ മറുവഴി, അത്രേ ഉള്ളൂ. ആൽവിൻ വിചാരിച്ചാൽ നിന്റെ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പാലക്കൽ ഡേവിക്ക്. ഡേവി തലയോർത്തി നടക്കും, അതേത് സാഹചര്യത്തിലും. ആൽവിൻ വാ. സാന്ദ്രച്ചി മാറി നിക്കടി. ഇനി എൻ്റെ ആൽവിന് നിന്നെ വേണ്ട. അവന് കൊമ്പത്തെ പെണ്ണെ ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞ് സാന്ദ്ര ഡേവിയെയും ധ്വനിയെയും ദേഷ്യത്തിൽ നോക്കി ഇറങ്ങിയതും ദിനേശിന്റെ അടുത്ത് ഡേവി നടന്നു. എന്താടാ, പോകുന്നില്ലേ? ഇവളെ ഞാൻ കൊണ്ടുപോകും, അത് നിന്റെ കൺമുന്നിൽ നിന്ന്. അതെന്നാണാവോ? അതിന് സമയം അടുത്തു. എപ്പോഴും ഇവൾക്ക് ചുറ്റും നിന്റെ രക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കാണാൻ വൈകാതെ. അങ്ങനെ അങ്ങ് പോകാതെ. എന്താടാ? പിന്നെ ഡേവി ദിനേശിനെ അടിച്ച് നിരപ്പാക്കിയിട്ടും അവന് വലിച്ചെന്നിലിപ്പിച്ച് പുറത്തേക്ക് തള്ളി. ഇത് ഓർമ്മയുണ്ടാവണം, എന്നോട് ഇനി കളിക്കാൻ വരുമ്പോൾ. സാർ, എന്താ വിളിച്ചേ? അല്ല ഇച്ചായ, അയാൾ ചാവോ? ചത്ത അത്ര നല്ലതല്ലേ. പിന്നെ നിനക്ക് പേടിച്ച് ജീവിക്കണ്ടല്ലോ. പിന്നെ ഇതൊന്നും അവന്റെ ശരീരത്തിൽ അത്രയും കൊണ്ടിട്ടില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇയാൾ അടങ്ങിയിരിക്കില്ല. വരട്ടെ, അപ്പൊ നോക്കാം. ഇച്ചായ, ലീനയുടെ കാര്യം. അവളിവിടെ കരഞ്ഞു മുകളിലേക്ക് പോകുന്ന കണ്ടു. പിന്നെ ഡേവി അവളുടെ റൂമിലെത്തി. ലീന ദേഷ്യത്തിൽ ഡേവിയെ നോക്കി. എന്താ, നിനക്ക് അവന്റെ കൂടെ പോണോ? പോണെങ്കിൽ പോകാം, ഞാൻ തടയില്ല. വെറും കൈയോടെ ഞാൻ പോകില്ല. എനിക്ക് തരാനുള്ളത് തന്ന് ഞാൻ ഈ നിമിഷം ഇറങ്ങിക്കൊണ്ട്. ഞാൻ മനസ്സുകൊണ്ട് നടത്തി തന്നെ വാദിന് നിനക്ക് തരാനുള്ളത് തരും. അല്ലാതെ ഇവന് വേണ്ടി നിനക്ക് തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇച്ചായന മാത്രം. പിന്നെ ദാ ഇവളെയും വേലക്കാരിയെ വന്ന് ഇപ്പോൾ വീട്ടുകാരിയായി. ധ്വനി വാ, ഇവിടെ നിന്ന് ഇവളുടെ വായിലിരിക്കുന്ന കേൾക്കണ്ട. ധ്വനിയെ കൊണ്ട് ഡേവി മുറിയിലെത്തിയതും ധ്വനി കുഞ്ഞിനെ ബെഡിൽ കിടത്തി ഡേവിയുടെ കൈ പിടിച്ചു. ഇച്ചായ, ചോര വരുന്നു. ഇത് ചെറിയ മുറിവാണ്. ആ ദിനേശ് ഇട്ട് കൊടുത്തപ്പോൾ പറ്റിയതാ. ദാ അവിടെ മെഡിസിൻ ബോക്സ് ഉണ്ട്, അതുകൊണ്ട് വാ. പിന്നെ കയ്യിലെ ചോര കളഞ്ഞു. ബാൻഡേജ് ചുറ്റിയതും ധ്വനി നിറകണ്ണിലൂടെ അവനെ നോക്കി. ഞാൻ കാരണല്ലേ? ദിനേശൻ വെറുതെ ഇരിക്കില്ല. എനിക്ക് പേടിയാവാ ഇച്ചായ. വല്ലതും ചെയ്ത ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? എല്ലാം വിധി പോലെ നടക്കും. വിധിയെ ആർക്കും മാറ്റാൻ പറ്റില്ല. അതും പറഞ്ഞ് ധ്വനിയുടെ മടിയിലേക്ക് ദേവി കിടന്നതും ധ്വനി നെട്ടി വിറച്ചു. വിറയ്ക്കാതിരിക്കും പെണ്ണെ, ഞാൻ നിന്നെ കടിച്ചു നിന്നില്ല. അത് ഞാൻ പെട്ടെന്ന്. നമുക്ക് നാളെ സ്ഥലം വരെ പോവാം, ഞാനും നീയും മോളുമായി. എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. ദേവി, ഭക്ഷണം കഴിക്കാൻ വാ, അമ്മച്ചി വിളിക്കുന്നു. പിന്നെ അവർ താഴെ എത്തിയതും ഭക്ഷണം കഴിച്ചു. ലീന വന്നില്ലേ? ഇല്ല, വിശക്കുമ്പോൾ വന്നോളും. അത് ഇച്ചയം പറഞ്ഞ് ശരിയാ. പിന്നെ ഡേവി പുറത്തു പോയതും ധ്വനി റൂമിലിരിക്കുമ്പോഴാണ് ലീന കയറി വന്നത്. പെട്ടെന്ന് ധ്വനിയുടെ കഴുത്തിൽ അവൾ കുത്തിപ്പിടിച്ചതും ധ്വനി അവളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അപ്പോൾ ആരും അവളെ പിടിച്ചു മാറ്റിയത് ധ്വനി അവളുടെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു. ലീന, എന്താ നീ ചെയ്യുന്നേ? വീട്ടിൽ എനിക്കിവളെ കൊല്ലണം. ഭ്രാന്ത് കാണിക്കാതെ മാറിക്കടി. അതെ, എനിക്ക് ഭ്രാന്ത. ഇവളെ കൊന്നാലേ അത് അടങ്ങുള്ളൂ. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ക്രിസ്റ്റി വന്നതും ലീനക്കിട്ട് പൊട്ടിച്ച് ധ്വനിയെ ബെഡിലേക്ക് കിടത്തി. ക്രിസ്റ്റി ധ്വനിയെ നോക്കി. ഇവളെ ഞാൻ റൂമിലിട്ട് പൂട്ടിയിട്ട് വരാം. പിന്നെ ഡാൽവി അവളെ റൂമിലിട്ട് പൂട്ടിയതും ഡേവിയുടെ റൂമിലേക്ക് വന്നു. നീ ആ വെള്ളം എടുക്ക് ക്രിസ്റ്റി. പിന്നെ ക്രിസ്റ്റി വെള്ളം എടുത്തതും ധ്വനിയുടെ മുഖത്ത് ഡെൽവി തെളിച്ചു. പിന്നെ അവൾ എഴുന്നേറ്റിട്ടും ഡെൽവിയെ കണ്ട് നെട്ടി എഴുന്നേറ്റു. പേടിക്കണ്ട, ഞാൻ ഡേവിച്ചായൻ്റെ അനിയനാണ് ഡെൽവി. അമ്മച്ചേച്ചാനും പറഞ്ഞു തനിക്ക് അറിയാമെന്ന് കരുതുന്നു. അല്ല, തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ലീന, അവൾക്കിട്ട് ഞാൻ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. അവളെ തല്ലണ്ടായിരുന്നു. എടുത്തിങ്ങനെ പാവ എല്ലാവരും തലയിൽ കയറി നിറങ്ങും. അതുകൊണ്ട് കുറച്ച് ബോൾഡാവും. 2 ശത്രുക്കളാണ് ചേച്ചി. സോറി, 2 അല്ല 3. അതാരൊക്കെയാടോ? 1 ലീന, 2 സാന്ദ്ര, 3 ദിനേശൻ. ഇച്ചായനോടുണ്ടായത് പറയണ്ട. ഞാൻ ഇച്ചായൻ വരാൻ കാത്തിരിക്കാം. എല്ലാം വെടുപ്പായി പറയാൻ. ഏട്ടത്തിനെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. വേണ്ട ക്രിസ്റ്റി, ഇനി ഞാൻ കാരണം ലീനയെ ഇച്ചായനും തല്ലുകൂടണ്ട. എനിക്ക് പ്രശ്നമില്ല. ഇതിനിരട്ടി ഞാൻ പലരുന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെറുതാണ്. അവൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർത്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ബെസ്റ്റ്. ഇച്ചായ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. പക്ഷെ ഡേവി വരുമ്പോൾ ഞങ്ങൾ പറയും. പ്ലീസ്, ഇപ്രാവശ്യത്തേക്ക് വിട്ടേക്ക്, നോക്കാം. അതും പറഞ്ഞ് അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പോയതും ധ്വനി കഴുത്തിൽ നോക്കി.
പിന്നെ ചുവന്ന പാട് കണ്ടതും ദേവി കാണാതിരിക്കാൻ അവൾ ഷോൾ കയത്തിലിട്ട് താഴേക്ക് നടന്നു. അമ്മച്ചി, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മച്ചി. ധൽവിച്ചയം വന്നിട്ടുണ്ടല്ലേ? വന്നു മോളെ. ഇച്ചാന്റെ ഭാര്യ ഇവിടെ? നേരെ റൂമിലേക്ക് പോകുന്ന കണ്ടു. ദേഷ്യത്തിലാണ് കക്ഷി. ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പോകുമ്പോൾ ഡെൽവിയെ കൂടെ കൊണ്ടുപോകും. കുഞ്ഞിനെ പോലും എടുക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെ കൊണ്ട്. പക്ഷെ കുഞ്ഞിനെ നന്നായി നോക്കും. അതാ ഒരു ആശ്വാസം. ചേച്ചി വലിയ കുടുംബത്തിലാണോ? അല്ലടി മോളെ, അവൾ സാധാരണ ഒരു വീട്ടിലെയാ. അച്ഛന് പെയിന്റ് പണി, അമ്മ നേഴ്സറി ടീച്ചറായി കുറച്ചു കാലം പോയിരുന്നു. പിന്നെ നിർത്തി. ഞങ്ങൾക്ക് നല്ലൊരു കൊച്ചിനെ വേണമെന്നായിരുന്നു ആഗ്രഹം. പണവും സ്വത്തൊന്നും നോക്കിയില്ല. വിൻസി മോളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പിന്നെ വിവാഹം നടത്തി അവർ വാടക വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വേറെ നല്ലൊരു വീട് ഞങ്ങൾ പണിത് കൊടുത്തു. ഒപ്പൊരു സൂപ്പർ മാർക്കറ്റും. കുറച്ചു കാലം നല്ലൊരു മരുമകളായി. പിന്നെ മാറി. ഇപ്പോൾ അവൾ ഞങ്ങളെക്കാൾ വലിയവളായി നടക്കുന്നത്. കുറെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട് അവരുടെ കടയിൽ. എന്നാവ സ്റ്റേഷനിൽ കയറാം. ഇവളാണോ ഡേവിച്ചൻ കിട്ടിക്കൊണ്ടുവന്ന വേലക്കാരി പെണ്ണ്? വിൻസി, വെറുതെ അവളെ ചുറിയാൻ വരണ്ട. ഞാൻ സത്യല്ലേ പറഞ്ഞത്? വേലക്കാരി വീട്ടിൽ വന്ന് കയറിയതല്ലേ ഇവള്? ഒരു തരി പൊന്നു അവൾ കൊണ്ടുവന്നു. എന്നിട്ട് പാലയ്ക്ക് വീട്ടിലെ മരുമകളായി. നീ എന്തുകൊണ്ടാ വന്നത്? ഒരു തരി പൊന്ന് നിന്റെ മേൽ നിന്റെ വീട്ടുകാരിട്ടിരുന്നു. അത് ചോദിച്ച് ഡെൽവി വന്നത് വിൻസി അവനെ ദേഷ്യത്തിൽ നോക്കി. എന്റെ കാര്യം ഇവിടെ പറയണ്ട. നീ ഏട്ടത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നിന്റെ അവസ്ഥയും എന്തായി എന്ന് ഓർക്കണം. എന്നിട്ടിപ്പോ വലിയവളായി നടക്ക. ഇച്ചായ മിണ്ടാ നിന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവും. പോയി നീ അവിടെ നിന്നോ. ഞാൻ ഇനി പുറകെ വരുന്നില്ല. ഇവിടെ മട്ടനും ചിക്കനും കൂട്ടി അസലായി കഴിക്കാം. അവിടെ എന്താ ഉണ്ടായത് എന്ന് ഞാൻ പറയണ്ടല്ലോ. അത്രയും ഡെൽവി പറഞ്ഞു നിർത്തിയത് വിൻസി ദേഷ്യത്തിൽ റൂമിലേക്ക് പോയി. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഡേവി വന്നതും അവളുടെ ചായയും കൊണ്ട് ധ്വനി മുകളിലെത്തിയതും അവൻ ചായ വാങ്ങി വെച്ച് അവളുടെ കഴുത്തിലെ ഷോൾ വലിച്ചെടുത്തു. കഴുത്തിലെ പാടിലൂടെ വിരൽ ഓടിച്ചു. അപ്പൊ പറഞ്ഞു, എന്താ ഇത്? കള്ളം പറയാൻ നിൽക്കണ്ട. എന്തോ കഴുത്തിലരിച്ചതാ, അല്ലാതെ ഒന്നുമല്ല. സത്യം പറ ധ്വനി, ഞാനല്ല അറിഞ്ഞിട്ടാ ചോദിക്കുന്നത്. എന്നിട്ടും നീ കള്ളം പറഞ്ഞ? ക്രിസ്റ്റി പറഞ്ഞു. അവനല്ല പറഞ്ഞത്, ഡെൽവിയ പറഞ്ഞത്. ലീന അറിയാതെ ചെയ്തതാ. സാറില്ല, ഇച്ചനോട് വാക്ക് പറയണ്ട. അവൾ നിന്നെ കൊന്നാലും ഞാൻ വെറുതെ ഇരിക്കണോ? ഇപ്രാവശ്യം വിട്ടേക്ക്. വിട്ടുകഴിഞ്ഞാൽ ഇനി അവൾ ഓരോന്ന് ചെയ്തു കൂട്ടും. അതുകൊണ്ട് ഇത് നിർത്തണം. അത് പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു. ധ്വനി അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട ചായ, വഴക്കൊന്നും പറയണ്ട. ഞാൻ കാരണം ഇനിയും വഴക്കുണ്ടായി. എന്നോട് ദേഷ്യം കൂടും അവൾക്ക്. മോറി നിൽക്കടി. ഡേവി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തിയതും ധ്വനി അവനെ വിട്ട് പേടിയോടെ നിന്നു. ലീന, ലീന, എന്താ? ഇച്ചാൻ വന്നവായി ഇവൾ എന്റെ കുറ്റങ്ങൾ പറഞ്ഞു. നീ ആളെ കൊള്ളാമല്ലോ. എന്നെ ഇച്ചാനെ ദേഷ്യത്തിലാക്കാൻ നോക്കുകയാണല്ലോ. അപ്പൊ നീ ചെയ്തു കൂട്ടുന്നതോ? എന്ത് തെറ്റാണ് ഇവൾ നിന്നോട് ചെയ്തത്? സ്വാതന്ത്ര്യക്കപ്പ് നിന്ന് ഇവളെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ നീ കാണാൻ വേറൊരു ഇച്ചാനായിരിക്കും. പറഞ്ഞിരുന്നു വേണ്ട. ഇച്ചാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എന്റെ ശത്രു മാത്രമായിരിക്കും. ഇവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പെട്ടെന്ന് ഡേവിയുടെ കൈ അവളുടെ മുഖത്ത് പാഞ്ഞതും ക്രിസ്റ്റി കൈയടിച്ച് വിസിലടിച്ച് പാസ്സാക്കി. ക്രിസ്റ്റി, സോറി ഇച്ചായ, ഇച്ചാൻ എന്നെ അടിച്ചുവല്ലേ? അത് ഇവൾക്ക് വേണ്ടി. നോക്കിക്കോ, നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പോവാം എൻ്റെ ആൽവിയുടെ അടുത്തേക്ക്. അവൻ എന്നെ പൊന്നുപോലെ നോക്കും. ഒപ്പം സാന്ദ്രച്ചോടൊപ്പം നിന്ന് ഇച്ചാൻ ഞാൻ തകർക്കാൻ നോക്കും. ലീന, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? അമ്മച്ചൊന്നും പറയണ്ട. ഇതെന്റെ തീരുമാനം. അത്രയും പറഞ്ഞ് ബാഗ് എടുത്ത് ലീന ഇറങ്ങിയതും ഡേവി അവളെ വിളിച്ചു. പോകുന്നത് കൊള്ളാം. അവന്റെ സ്വഭാവം എന്താണ് എങ്ങനെയാണെന്ന് അറിയാതെ നീ പോകുന്നത്. എന്ത് വന്നാലും ഇച്ചാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഈ വാതിൽ എന്നും നിനക്ക് വേണ്ടി തുറന്നിടും. ഞാൻ അതിന് ഇങ്ങോട്ട് വരുന്നില്ല. മോളെ ലീന, അവളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പറ്റില്ല അമ്മച്ചി. സാന്ദ്ര അവളെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇളക്കി വിട്ടിരിക്കുക. അപ്പോ നമ്മളെന്തെങ്കിലും പറഞ്ഞ അവൾ അനുസരിക്കോ? അമ്മച്ചി വിഷമിക്കാതിരിക്കുക. അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഇങ്ങോട്ട് വരും, അത് ഉറപ്പാ. ധ്വനി, അമ്മച്ചി റൂമിൽ കൊണ്ടുപോയി കിടത്ത്. പിന്നെ അമ്മച്ചിയെ കൊണ്ട് ധ്വനി പോയതും ഡെൽവി ഡേവിയെ നോക്കി. ഇച്ചായ, എന്തോ പേടി പോലെ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ നടക്കുന്ന അപ്പപ്പോൾ അറിയാം. ഇച്ചായ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ധ്വനി ഇച്ചായ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണോ? അതോ? ആ ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ആദ്യം കുറച്ച് നാളത്തേക്ക് ഒരു വിവാഹം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവന്ന പോലെ. ആദ്യം റൂമിൽ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാത്തിരിക്കാൻ ആരൊക്കെ ഉള്ളതുപോലെ. ഇച്ചാൻ കേട്ടിട്ടില്ലേ, ചേരേണ്ടത് ചേരുമെന്ന്? അതാ ഇവിടെ നടന്നത്. ഇനി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടാൽ മതി ഞങ്ങൾക്ക്. പിന്നെ ആമിക്കുട്ടിക്ക് കൂട്ടായി ഒരാൾ കൂടെ വരണം. മോൻ കൂടുതൽ കളിക്കാതെ പോകാൻ നോക്ക്. കാര്യം പറഞ്ഞല്ലേ ഇച്ചായ? അവളെവിടെ? വിൻസി ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. വീട്ടിലെന്താ സ്ഥിതി? വീട്ടിലെന്താ, അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ആ കട പോകുന്ന തീരുമാനമായി. കുറെ കളികൾ ആ കട വെച്ച് കളിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യട്ടെ, നീ ഇടപെടാൻ പോകണ്ട. ഇടപെട്ട പണി നിനക്ക് കിട്ടും, അതറിയിച്ചായ. ഇനി അവൾ കുഞ്ഞിനെ കൊണ്ട് പോയാലും ഞാൻ പോവില്ല. എനിക്ക് നമ്മുടെ വീട്ടിൽ നിന്നാൽ മതിയേ. നിനക്ക് അവിടെ വീട് വെച്ച് തരടാ. ഇപ്പം വേണ്ട. സ്വന്തമായി വീടുണ്ടായ അവളുടെ വീട്ടുകാർ അവിടെ സ്ഥിരമായി വന്ന് നിൽക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് മതി. സമയം നീണ്ടു നിവർന്ന് കിടക്കല്ലേ, നിന്റെ ഇഷ്ടം പോലെ. പിന്നെ ഡേവി മുകളിലെത്തിയത് ധോനി കുഞ്ഞിനെ കൊണ്ട് കയറി വന്നു.
മോൾ ഉറങ്ങിയോ? ഉറങ്ങി. പിന്നെ അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. ഡേവിയെ നോക്കി. ഡേവി പിന്നെ മരുന്ന് കൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ പറ്റിയതും നീറി. അവൾ ചാടി എഴുന്നേൽക്കുന്നതും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് ഇരുത്തി.